ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കണത്. ഇന്ന് രാവിലെ ജിമ്മിൽ പോയിട്ട് ജിമ്മിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്, ജിമ്മിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ എനിക്ക് എന്തോ ഒരു മൂടൊന്നുമില്ല, ജിമ്മിൽ പോയി വീഡിയോ എടുക്കാൻ മൂടൊന്നുമില്ല. സോ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കണേ. ഇപ്പോൾ സമയം 1:30. അപ്പോൾ ബൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ വിളിച്ചു മുമ്പായി. അപ്പോൾ അങ്ങനെ ബൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ വേണം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ എടുക്കാൻ പോകണാണ്. നമ്മൾ കിരണ്ട വണ്ടി എടുക്കാൻ പോകണ. വണ്ടി എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോകും. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ കിരണ്ട വീട്ടിലെത്തി. ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതും വേറൊരു 390 വരും. വേറെ ടെസ്റ്റ് എന്ന് വെച്ചാൽ എവിടെയാണ് വീഡിയോ എടുക്കുന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. രണ്ട് വണ്ടി വെച്ചിട്ട് എടുക്കേണ്ട കാര്യം ഇവിടെ കൊടുക്കുന്ന വെയിലാണ് ഗൈസ്. സൺഫക്ട് ആണ് ഇവിടെ. സൺഫക്ട് അവന്മാർ വന്നിട്ടില്ല. അവന്മാർ വരാൻ വേണ്ടി നമ്മൾ കിരണ്ട വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ് എനിക്ക് ശരിയാണ്, ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് ശരിയാണ്, അത് മാറ്റണം. നമ്മൾ കിരണ്ട വീട്ടിൽ കയറി സുഹൃത്തുക്കളെ. ഇനി ഇവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കും. ഇവിടെ ദിനത്തിനുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഓടുന്ന ഒരാൾ വരും സുഹൃത്തുക്കളെ, വരും. വന്നില്ലേ? One eternity later. ബ്രോ വ്ളോഗ്. ബ്രോ സേ ഹായ് ടു വ്ളോഗ്. ഹായ് പറടാ. ചിന്തിച്ച ആടെയാണ് കാർത്തിക് സൂര്യ അല്ല, ഇത് മല്ലു ബോയ്. ഗൈസ് നമ്മുടെ ടെയിൽ ലൈറ്റ് ആരോ ഇവിടെ വന്നിരുന്നിട്ട് പൊട്ടിയിരിക്കണം. ഇവിടെ നമ്മൾ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ടെയിൽ ലൈറ്റ് ഒട്ടിക്കാൻ പോകുന്നതാണ്. ഫെവിക്ക് കോച്ച്. ഇന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ പൊളിച്ചു കളഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറേ ഇങ്ങനെ പശ ഇപ്പുണ്ട്. ഇവിടെയൊക്കെ പശ ഇരിക്കുന്നുണ്ട്. ആ പശയൊക്കെ കളയണം. അതിന് വേണ്ടി എന്തോ എടുക്കാൻ പോയേക്കണേണ് അവൻ. പിന്നെ എക്സോസ്റ്റൊക്കെ നമ്മൾ മാറ്റി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. സ്ഥിരം പണി എടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. അടി ഇവനെന്താടാ? എന്തൊക്കെ പറയണം. മറ്റേ സാധനം ഉണ്ടല്ലേ, ഇത് കളയണോ? വേണ്ട. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ പോകാനുള്ള റിയൽ കഷ്ടപ്പാട്. എല്ലാവരും എൻ്റെ വണ്ടീനെ കണ്ണു നോക്കും. കിടിലം വണ്ടി, എന്ത് ക്ലീനായിട്ട് ഇരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പാട് ഇവന് മാത്രമേ ഉള്ളൂ. വണ്ടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പണിയെടുക്കണം. ഇതിൻ്റെ ടയറൊക്കെ കണ്ട ഒക്കെ ക്ലീൻ, മിസ്റ്റർ ക്ലീൻ. നമ്മൾ നോക്കണത് എന്തെന്നാ, ടർപ്പം തേച്ച് കഴിഞ്ഞാൽ ഡ്യൂക്കിൻ്റെ പെയിൻറ്റ് പോകുന്നതാണ്. പെയിൻറ്റ് ഫീഡ് ആവണോ അല്ലേ? സൂപ്പറായിക്കോട്ടെ. പശ പോയാ? പോയി. സെറ്റ്. പുഴിബലവും പിടിക്കുന്നത്. അപ്പൊ ഇതും വിളിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്തോ. പോളിഷിന് പകരം ഇത് കേൾക്കണം. സീന് പുറത്തിറങ്ങുമ്പോ പെയിന്റ് പൊങ്ങി തന്നെ. എന്താ പറയാനുള്ള പറ. അങ്ങനെ പറയരുത്, പറയണം. പറ. ഫ്ലോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. ഇത് ശരിയായി കഴിഞ്ഞാൽ ആരും ട്രൈ ചെയ്യരുത്, ഫ്ലോപ്പായി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്തു. ക്ലീൻ ബ്രോ, ക്ലീൻ. നമ്മളുടെ കലാപരിപാടിയാണ് ഇത് കളയൽ. അയ്യോ, പണി പാളിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പകുതി കൊച്ചിങ്ങോട്ട് പോന്നു. പൊള്ളിക്കണില്ല, പണി പാളി. കൊള്ളോണ്ട് ഇങ്ങനെയെങ്കിലും ഉപയോഗം. പണി പാളി, റെഡ് അലർട്ടായി. നമ്മളിത് സെറ്റ് ചെയ്തിട്ടേ നമ്മളിവിടുന്ന് പോകുന്നു. ഇവിടെ തേടായിരിക്കും. ചെറുതായിട്ട് പണി പാളി. കൈമാറ്റി പണി പാളി കിടക്കുന്നുണ്ട്. ഹാർഡ് വർക്കിംഗ് ആണ്. 2 മണിക്കൂറായി ഇപ്പൊ. അയ്യോ, അവിടെ വെച്ച് പിന്നെയും എടുത്തു. 3 hours later. 3 hours later. ഇത്രയായി, കഷ്ടപ്പാടാണ്.
തീർക്കും, പക്ഷേ തീർത്തിട്ട് നമ്മ വീഡിയോ എടുക്കാൻ പോകുള്ളൂ, ഇല്ലെങ്കിൽ മുമ്പിൽ പോകും. എനിക്ക് കാര്യം പറയാനുണ്ട്, വീഡിയോ എടുക്കാൻ പോണ വ്ളോഗ് എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. ഇതിപ്പോൾ പക്ഷെ വണ്ടി ക്ലീൻ ചെയ്യണ വ്ളോഗാണ്. ഫൈനലി കുട്ടപ്പനായി, സ്റ്റിക്കർ പോയി, ഇവിടുത്തെ പശ പോയി, എല്ലാം സെറ്റായി. ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പോവാ. ടെയിൽ ലൈറ്റ് ഒട്ടിച്ചില്ലല്ലേ ഗൈസ്, ഇത് ഒട്ടിക്കാനുള്ള ടൈം കിട്ടിയില്ല ഇപ്പോഴും. ഞങ്ങൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ പുറകെയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ പശ എടുത്ത് കളഞ്ഞ്, പശ ഫുള്ള് തുടച്ച് കളഞ്ഞ്, ഇവിടുത്തെ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞാണ് ഇത്ര നേരം എടുത്തത്. ഇപ്പോഴും ഈ ടെയിൽ ലൈറ്റ് ഞങ്ങൾ ഒട്ടിച്ചിട്ടില്ല. വണ്ടിയുടെ തുടക്കലും നനക്കലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. വേറൊരു 390 വരും എന്ന് പറഞ്ഞാൽ നമ്മളെ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നു അല്ലേ? ഒറ്റക്ക് വഴി കിട്ടുന്ന അല്ല പിന്നെ. അങ്ങനെ നമ്മൾ എൻഡോർക്കിൽ നിന്ന് ഡ്യൂക്കിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഏത് മൂഡ് അംബാനി വരും അല്ലേ? കലിസ്റ്റോലെത്തി. ഹായ് ഹരി ബ്രോ, ഹൗ ആർ യു? ഹൗ ആർ യു? ഹൗ ആർ യു ഗൈസ്? ഞാൻ ഇൻട്രോവേർട്ടോ. വണ്ടീനെ കുറിച്ച് എന്താ പറഞ്ഞു? വണ്ടി നല്ല രസമാണ്. വേറെന്താ പറഞ്ഞു? ക്ലീൻ സ്പെക്. ഇതിനുള്ള ഞാൻ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ്. എല്ലാവരും എൻ്റെ വണ്ടീനെ കണ്ടു നോക്കും, കിടിലം വണ്ടി, എന്ത് ക്ലീൻ ആയിട്ട് ഇരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. കഷ്ടപ്പാട് ഇവന് മാത്രമേ ഉള്ളൂ. വണ്ടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പണിയെടുക്കണം. ഗൈസ്, വീഡിയോ എടുക്കാൻ ഞങ്ങളൊരു വീട്ടിൽ വന്ന് ചോദിച്ച് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണം. വീഡിയോ എടുപ്പാണ് ഹരികൃഷ്ണൻ. അപ്പോൾ ഗൈസ് വീഡിയോ എടുത്തിട്ട് വേഗം വരാം. ഇവിടെ കോപ്പി കാറ്റ് അടിക്കാൻ നോക്കണത്, ഒരുത്തൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവൻ അതുപോലെ എടുപ്പിക്കാൻ നോക്കണത്. നമ്മളിവിടെ വെറുതെക്കാണ്, സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വെറുതെക്കാണ്. ഞങ്ങൾ എടുക്കാനുള്ളത് എടുത്തു കഴിഞ്ഞു, ഞാൻ കുറച്ചെടുത്തുള്ളൂ. ഗൈസ് സത്യം പറഞ്ഞാൽ കുറേ നേരമായി വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കണം. ലാസ്റ്റ് ആ ചേട്ടൻ ഇറങ്ങിയിട്ട് ഇപ്പോഴാന്ന് പറയുമ്പോൾ ഇറങ്ങണം തോന്നുന്നു. കണ്ടാ ഇപ്പോഴും എടുത്തോണ്ടിരിക്കണേ. എടുത്തു കഴിഞ്ഞു ഫോണാണ്. കാണണ്ട, എന്നെ കാണണ്ട. എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? കിരളാക്കിയെന്ന് നോക്കണം എൻ്റെ മോൻ. ഞാൻ ഫോൺ തിരിച്ചു വെച്ചാണ് വ്ളോഗ് എടുക്കുന്നത്. വീട്ടിൽ പോകണാണ് ഗൈസ്. സോ ഗൈസ് നമ്മളവനെ വീട്ടിലെത്തി. കിരണിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവന് ചേട്ടൻ്റെ കസിൻ ചേട്ടൻ്റെ ഒരു സേവ് ദ ഡേറ്റ് എടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ആ തിരക്കിൽ അവൻ അങ്ങോട്ട് വേഗം പോയി. ഞാനിപ്പോൾ വീട്ടിലെത്തി. ഇതിനകത്തുള്ള ഫുട്ടേജും കൂടെ എടുത്തിട്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്യാമെന്ന് കേൾക്കുന്നു. ലൈക്ക് ഒരു ഫസ്റ്റ് ഡേ വ്ളോഗാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. സോ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. അങ്ങനെ വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചു എന്തായാലും വൈകുന്നേരം ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ജിമ്മിലൊരു 2-3 ഫുട്ടേജും കൂടെ ഇട്ടിട്ട് പയ്യെ വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വെച്ചു. എൻ്റെ കൂടെ ടോണി ബ്രോ ഉണ്ട്. നമ്മൾ ജിമ്മിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗിലിരിക്കുന്നത് ജിമ്മിലുള്ള ക്യാമറയാണ്. അതൊന്ന് കാണിച്ച് ബാഗിലുണ്ട് ഇപ്പം. നിങ്ങൾ കണ്ടോ? ഓക്കെ, മറ്റേ ഓസ്മോ അത് തന്നെ. നിങ്ങൾ കാണുന്നത് ഇതിലെ ഫുട്ടേജ് ആണോ? ഇങ്ങനെ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്ത് താഴെ വെച്ച് എൻ്റെ മുകളിൽ ട്രാക്ക് ആവുന്നുണ്ട്. നീ അവിടെ നോക്ക്. ഞാൻ ഇത് ഇങ്ങോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ക്യാമറ ഇങ്ങോട്ട് വരും. ഞാൻ ഇങ്ങോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ക്യാമറ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും. എത്തില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? ബ്ലോഗർ ടോണിനെയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിയുടെ കഴുത്ത് കേടാവുന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായി, കോഴിയുടെ കഴുത്തി ക്യാമറ വെക്കണല്ലേ? അതുപോലെ സംഭവം.
കേറാ കേറാ കേറാ. ഓഫാക്കി ചാർജ് വേണ്ട. ഇതിലൊന്ന് ഫസ്റ്റത്തെ ചടങ്ങ് എഴുതൽ ചടങ്ങ് രജിസ്റ്റർ മാരേജ് ചെയ്യണം. ടോണി ബ്രോ ആണ് എൻ്റെ എഴുതുന്ന ആള്, പണിക്കാരനാണ് എൻ്റെ. ഇതാണ് ജിമ്മ്, അപ്പുറ സൈഡിലുണ്ട്. ഞങ്ങൾ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷ്വൽസ് അവിടെ നിന്ന് നിന്നൊക്കെ ഇട്ടേക്കാം. അതായത് ഞങ്ങൾ വാമപ്പ് ചെയ്യാൻ പോണാണ്. എന്തെങ്കിലും പറയണ്ട. ഇനി പറച്ചില്ലല്ലോ, ഇനി ചെയ്യല്ലേ. മൂഡ് പൊള്ളി മൂഡ്. ഞങ്ങൾ ട്രെയിനർ അവിടെ ക്യാരം കളിക്കുന്നു. ഇന്ന് ജിമ്മിൽ തിരക്കില്ല, അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ. ടോണി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇതിനെ കറങ്ങും. അപ്പോൾ ടോണി ചെയ്യും. ടോണി ബ്രോ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ അടിച്ചിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഷോൾഡർ വർക്കൗട്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചുമ്മാ എവിടെ സോ ഗൈസ്, ആക്ച്വലി നമ്മൾ ഉറങ്ങാറായ ടൈം 1 മണി ആവറയ്യോ. 1 മണി ആവറായി. ഞാൻ ടൈം പോയി അറിഞ്ഞുകൂടിയില്ല. ജിമ്മിൽ നിന്ന് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ ചായ കുടിക്കാൻ പോകാൻ വിളിച്ച്. ഞങ്ങൾ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അത് ജിമ്മിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഇപ്പം ഇരുന്ന് വ്ളോഗിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ലാപ്പിലേക്ക് കയറ്റി. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഔട്ട്രോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് വ്ളോഗ് ചെയ്ത് നോക്കിയെന്നല്ലാണ്ട് ഔട്ട്രോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ചുമ്മാ വ്ളോഗ് ചെയ്ത് നോക്കിയതായിരുന്നു. എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് വ്ളോഗ് ചെയ്ത് നോക്കിയതാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ അപ്കമിങ് ഡേയ്സിൽ ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ മല്ലു ബോയ് സൈനിങ് ഓഫ്. ബൈ ബൈ.